ഒരു നേതാവ് ചോദിച്ചു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമെന്ന്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എം പിയാണ്. ഞാൻ കാസർകോട്ടെ എം പിയാണ്. സുധാകരൻ കണ്ണൂർ എം പിയാണ്. ഷാഫി പറമ്പിൽ വടകര എം പിയാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDFൻ്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മാത്രമല്ല, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട്, അതുതന്നെ ലീഗ് കൂടാതെ മുസ്ലിമിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി UDFനെ സഹായിച്ചുകൊണ്ടാണ്, അത് ക്രൈസ്തവ വിഭാഗമായാലും കൊള്ളാം, മുസ്ലിം വിഭാഗമായാലും കൊള്ളാം, അവരെല്ലാം സഹായിച്ചുകൊണ്ടാണ് UDFന് ഈ ഭൂരിപക്ഷം കിട്ടിയത്. കുഴൽനാടനോട് ഓരോ മുസ്ലിം ലീഗുകാരനും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം വളരെ കൃത്യമാണ്. അതിപ്പോ ഈ പറയുന്ന വയനാട്ടിൽ വന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയത്തിലാണെങ്കിലും ശരി, അതല്ല വയനാട്ടിലെ നിലവിലെ NP പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിലാണെങ്കിലും ശരി, ഇനി കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള സന്ദീപ് വാര്യറും ഉദുമയിലെ നീലകണ്ഠനും, അത് കഴിഞ്ഞ് ഇങ്ങ് കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ണൂരുടെ MP K സുധാകരൻ, അല്ലേ, കണ്ണൂരിൽ നിന്ന് മത്സരിച്ച ഇപ്രാവശ്യം വിജയിച്ചിട്ടുള്ള MLA ആയിട്ടുള്ള TO മോഹനൻ, അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങ് വടകരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടകരയിൽ നിന്ന് വിജയിച്ചു കയറിയ ഷാഫി പറമ്പിൽ, നാദാപുരത്ത് നിന്ന് ഇപ്രാവശ്യം വിജയിച്ചു കയറിയ K അഭിജിത്ത്, കൊയിലാണ്ടിയിൽ നിന്ന് പ്രവീൺ കുമാർ, അല്ലേ, അങ്ങനെ അങ്ങനെ നോക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലീഗിന്റെ പ്രവർത്തനങ്ങളും ലീഗിന്റെ പ്രസക്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈവൻ മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന മാത്യു കുഴൽനാടൻ അടക്കം അവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ മുസ്ലിം ലീഗുകാരൻ പ്രവർത്തിച്ചത് വളരെ കൃത്യമാണ്. ആ മുസ്ലിം ലീഗുകാരൻ അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീഗ് കുഴൽനാടൻ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ഇത് മുന്നണിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ആ മുന്നണിയുടെ ആഭ്യന്തര പ്രശ്നത്തിലെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗ് കൃത്യമായിട്ട് ഇടപെടും, ലീഗിന്റെ അഭിപ്രായം പറയും. ലീഗിന്റെ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ അഭിപ്രായം പറയാനില്ല, നിങ്ങൾക്കതിന് അവസരമില്ല എന്നാണെങ്കിൽ ലീഗ് മന്ത്രിസഭയിലേക്ക് ഇല്ലടോ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തേണ്ടി വരും. മനസ്സിലായില്ലേ? മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ലീഗ് മുന്നണി അങ്ങോട്ട് മാറൊന്നുമില്ല, ലീഗ് അവിടെ ഉണ്ടാകും, പുറത്തു നിന്ന് പിന്തുണക്കും. അങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോ. മനസ്സിലായില്ലേ? അപ്പോ ലീഗ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമുള്ളതാ. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അത് ലീഗ് പ്രശ്നമായത് കൊണ്ടൊന്നല്ല, അത് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് ലീഗ് എതിരാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. കുഴൽനാടൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അത് ലീഗ് എതിരായത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളൊന്നല്ല, മറിച്ച് കൃത്യമായിട്ട് അത് ഈ പറയുന്ന ആളുകൾക്ക് ഉള്ളിലുള്ള അവരുടെ അജണ്ടകൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ ലീഗിൻ്റെ താല്പര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എതിരായി വരുമ്പോഴാണ് ഈ പ്രശ്നം. കുഴൽനാടൻ ഇപ്പോൾ ലീഗിനെ അധിക്ഷേപിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം കുഴൽനാടൻ പറഞ്ഞു വന്നത് അതിനെ വേണമെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്ന് തലതിരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കേരളത്തിലെ മാധ്യമങ്ങൾ അതിൽ നിന്ന് ഒന്ന് കൈകടത്തി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കുഴൽനാടൻ പറഞ്ഞതിനെ ഒന്നുകൂടി വക്രീകരിച്ച്
ഒന്നുകൂടി വളച്ചൊടിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പറഞ്ഞതാണെങ്കിലും ശരി, വക്രീകരിച്ചതാണെങ്കിലും ശരി, കൃത്യമായിട്ട് ലീഗിൻ്റെ നിലപാട് ലീഗ് പറയും. കാരണം ലീഗ് നിലപാട് പറഞ്ഞതത്രയും അത് ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്നിട്ടാണ് എന്നുള്ളത് ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ജനവികാരം പരിഗണിച്ചിട്ടാ. കാരണം UDF ഇത്രയും വലിയ ഒരു തിളക്കമാർന്ന വിജയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ്, ഇത് 102 അല്ലെങ്കിൽ 100+ എന്ന ഫിഗറിലേക്ക് UDF എത്തുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ചർച്ച പോലും വേണ്ട, അത് സതീശന്റെ നിലപാടുകൾക്കുള്ള വോട്ടാണ് എന്ന്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും അവിടെ അർത്ഥമില്ലെന്നേ. എല്ലാം അനവസരത്തിലുള്ള ഒരു ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിജയത്തെ മാനിക്കുകയാണെങ്കിൽ അതിനുള്ള അർഹൻ കൃത്യമായിട്ട് സതീശൻ തന്നെയാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകണ്ട. മനസ്സിലായില്ലേ? ആ വികാരം മനസ്സിലാക്കിയിട്ടാണ് ലീഗ് കൂടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ലീഗിന് കൂടെ നിൽക്കാൻ അത് പക്ഷവാദമോ അല്ലെങ്കിൽ പക്ഷം പിടിക്കലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ കൂടലോ ഒന്നുമല്ല. മറിച്ച് ലീഗ് പക്ഷം പറഞ്ഞതും ലീഗ് കൂടെ നിന്നതും ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ്. അത് ബോധ്യമുള്ളവരാണ് കോൺഗ്രസ്സുകാർ. ഈ കുഴൽനാടൻ പോലും അത് ബോധ്യമില്ലാത്ത വ്യക്തിയൊന്നല്ല, നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ ഉള്ളിൽ അയാൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ അത് ജനവികാരത്തിനൊപ്പമുള്ള താല്പര്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ആ താല്പര്യങ്ങൾ പലപ്പോഴും പല വഴിക്ക് നിന്ന് വരുന്ന താല്പര്യങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുഴൽനാടന് നമ്മളൊരു പ്രത്യേകം മറുപടിയൊന്നും കൊടുക്കണ്ട. കാരണം കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതുപോലെയല്ല പുറത്തേക്ക് വന്നത് ചില വക്രീകരണങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്, ചില വളച്ചൊടിക്കലുകൾ അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ വളച്ചൊടിക്കലാണ് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇനി അങ്ങനെ അല്ലെങ്കിൽ കുഴൽനാടൻ ലീഗിനെതിരെ അങ്ങ് പറഞ്ഞു എന്ന് തന്നെ നമ്മൾ ഒരു വാദത്തിന് അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക. എന്നാണെങ്കിലും അതിനുള്ള മറുപടി ആര് കൊടുത്തിട്ടുണ്ട്? രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അനുഭവമാ. ഉണ്ണിത്താൻ കാസർകോട്ടെ MP ആയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിത്താനെ കാസർഗോഡിൻ്റെ MP ആക്കാൻ എല്ലാം നടത്തിയവരുടെ കൂട്ടത്തിൽ മുന്നിൽ മുസ്ലിം ലീഗുകാരനുണ്ട്, മഞ്ചേശ്വരത്തെ ലീഗുകാരുണ്ട്, കാസർകോട്ടെ മുസ്ലിം ലീഗുകാരുണ്ട്, തൃക്കരിപ്പൂരിലതുണ്ട്, ഉദുമയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പം വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ച് കയറിയത് കൃത്യമായിട്ട് ലീഗ് അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുത്തതാ. മനസ്സിലായില്ലേ? കുറ്റ്യാടി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, തലശ്ശേരി, കൂത്തുപറമ്പ് ലീഗ് പണിയെടുത്ത അതൊക്കെ അത് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ആർക്കും ഇതൊന്നും നിഷേധിക്കാൻ കഴിയാത്തത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരാണ് അങ്ങനെയല്ല പറയുന്നത്, മറിച്ച് കോൺഗ്രസ്സിലെ ചില 1-2 ആളുകൾ, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇന്നലെ നോക്കൂ, ഇന്നലെ സതീശൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു, മുഖ്യമന്ത്രി ചർച്ച 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ചില സൂചനകളും ചില ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിട്ടത്. ആരും പൊതുമധ്യത്തിൽ പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങരുത്, സംയമനം പാലിക്കണം. എന്നാൽ ഇതേ ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് ഈ പറയുന്ന KC വേണുഗോപാൽ തയ്യാറാകുന്നില്ല? മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിന് അവർ നിന്നേ മതിയാകുള്ളൂ. കാരണം ജനം ഈ വിജയം നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട് സതീശൻ അത് ബോധ്യമുണ്ട്. സതീശൻ്റെ ഈ പറയുന്ന നിലപാടുകൾക്കുള്ള വോട്ടാണ് 102 എന്ന് പറയുന്ന ഫിഗർ. അവിടെ മുസ്ലിം ലീഗ് എത്രമാത്രം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ടീം UDFനെ കെട്ടിപ്പടുക്കുന്നതിൽ സതീശന് ലീഗിൻ്റെ കാര്യത്തിൽ 2-1 ആലോചിക്കേണ്ടി വന്നിട്ടില്ല. 2-1 പോയിട്ട് ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. സതീശന് ലീഗിൻ്റെ കാര്യത്തിൽ സതീശൻ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ ലീഗ് വളരെ കൃത്യമായി പണിയെടുത്തു. മാത്രമല്ല മറ്റുള്ളവരെയും അതിന് സജ്ജമാക്കാൻ ലീഗ് മുന്നിൽ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അവിടെ ഇത്രയും വലിയ ഒരു വിജയം നൽകുമ്പോൾ അത് ജനവികാരം എന്താണെന്ന് മാനിക്കേണ്ടതുണ്ട്. അതാണ് ലീഗ് പറയുന്നത്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ ഗ്രൂപ്പ് മാനേജ്മെൻറ്റോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൈ കടത്താമെന്ന് പറയുമ്പോൾ
അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ലീഗിൻ്റെ നിലപാട്. കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാ. എന്താണെങ്കിലും കുഴൽനാടൻ പറഞ്ഞാലും ശരി, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, ഇനി അബദ്ധവശാൽ പറഞ്ഞതാണെങ്കിലും ശരി, കുഴൽനാടനുള്ള മറുപടി കൃത്യമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.